പണം പദ്ധതി കൊണ്ട് ഇതിനായിട്ട് ഇറങ്ങി വരും എന്നാരും തെറ്റിദ്ധരിക്കരുത്. അത്യുന്നതനായ ദൈവം മാനവരാശിയെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് തൻ്റെ പുസ്തകത്തിൽ തൻ്റെ വചനത്തിലൂടെ മാലോകർക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അത് മാലോകരോട് അറിയിക്കുക. അത് അനുസരിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയ സന്തോഷം നിങ്ങളും അനുഭവിക്കണം, വില കൂടാതെ നിങ്ങളും അനുഭവിക്കണമെന്നുള്ള ഏക ലക്ഷ്യത്തോടാണ് ഞങ്ങൾ ഈ യോഗത്തിന് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിനു സ്തോത്രം. പാലുവായി ദേശത്തിൽ ഈ ശബ്ദസീമയിൽ ഞങ്ങളെ കേൾക്കുന്ന ചുറ്റുപാട് ഭവനത്തിനുള്ളിലും പുറത്തുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഗുരുനാഥന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ഞങ്ങൾ സാദരം ഈ യോഗത്തിലേക്ക് വീണ്ടും ക്ഷണിക്കുകയും നിങ്ങളുടെ സമയത്തെ ഒരല്പം ഈ വചന കേൾവിക്കായി വേർതിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും ഈ സുവിശേഷ യോഗത്തിലെ പ്രാരംഭമായി വചന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒരുങ്ങുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇതുവരെ പരസ്യ സ്ഥലത്ത് പ്രസംഗിക്കാൻ കുറിവാക്യമായി എടുത്തിട്ടില്ലാത്തൊരു വാക്യമാണ് ഇന്ന് ഇവിടത്തേക്ക് എടുത്തേക്കുന്നത്. പള്ളിക്കുള്ളിൽ പ്രസംഗിക്കുന്ന വാക്യമാണ്. എഫേസ്യ ലേഖനം, ധന്യനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി എന്താണ് ക്രിസ്ത്യാനിക്കുള്ള അവകാശമെന്ത്, അവനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്ത്, ആ നിലയിൽ അവൻ എങ്ങനെയായി തീരണം എന്ന് 10 വിധ പ്രസ്താവനകൾ ഈ 4 വാക്യത്തിൽ അത്യുന്നത ദൈവത്തിന്റെ ദാസനായ പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻനിന്നിരുന്ന ആ ഗ്രൂപ്പിൽ പാടുമായിരുന്നു, പൗലോസ് ശ്ലീഹ ധന്യം ചൊൽകട്ടെന്നിദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതര ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിൻ ഉപദേശം കേട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. ഇത് തന്നെയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കും ഈ ദേശത്തോട് ആമുഖമായി പറയുവാനുള്ളത്. ദൈവത്തിന്റെ ഉപദേശം കേട്ട് അവസാനിക്കുന്നവൻ ആരോ അവൻ ദൈവസന്നിധിയിൽ ധന്യൻ. ഇത് അക്ഷരമാലയിൽ കൊരുത്തു പാടിയാൽ മാത്രം പോരാ, അത് ദൈവകൃപയ്ക്ക് അനുസരണമായി ദൈവശക്തിയിൽ നിറഞ്ഞ് അത് അനുഭവ സമ്പത്താക്കി അനുഭവ യോഗ്യമാക്കി തീർക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഓരോ ദൈവ പൈതലിനും ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഏതൊരുവനും പ്രയോജനപ്രദമാകുന്നത്. ഒരിക്കൽ ഞാൻ അങ്ങനെ പാടിക്കൊണ്ട് നടന്നു. ഞാൻ ഇത്രയും പാടിയത് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാ. സ്തോത്രം. കുറിവാക്യം വായിച്ചത് നമുക്കൊന്ന് വായിച്ച് സഹായിക്കുമോ? സ്തോത്രം. ആകയാൽ ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല. 1-ാമത്തെ പ്രസ്താവന, 1-ാമത്തെ 19-ാമത്തെ വാക്യത്തിൽ 4 പ്രസ്താവനയെ വെളിപ്പെടുത്തുന്നു. 1, ക്രിസ്തുവിനെ അറിഞ്ഞവൻ. നീ ദൈവത്തിന്, മനുഷ്യർക്കല്ല, ദൈവത്തിന് നീ അന്യനല്ല. ദൈവത്തിന്റെ മുൻപിൽ നീ പരദേശിയല്ല. നിൽക്കണമേ. 1, അതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ മറ്റൊരു ഭാഗത്തൂടെ കയറിപ്പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാരെ കുറിച്ച് പൗലോസ് ശ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ഞങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പൂർവ്വപിതാക്കന്മാർ പറയുന്നു, ഞങ്ങൾ ഈ ലോകത്തിൽ അന്യരാണ്, ഈ ലോകത്തിൽ ഞങ്ങൾ പരദേശികളാണ്. ദൈവത്താൽ ഞങ്ങൾക്ക് ഒരുക്കപ്പെട്ട ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ വ്യാപ്തിയിലേക്ക്, അതിന്റെ വിസ്തൃതിയിലേക്ക്, അതിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ബദ്ധപ്പാടിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അന്യരാണ്. നാമൊക്കെ കെട്ടിപ്പിടുത്ത് ആമേൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഇട്ടിട്ട് പോകേണ്ട ഒരു കാലം വരും. അതുകൊണ്ട് ആദിമ ക്രൈസ്തവ സഭയെ നോക്കിക്കൊണ്ട്
എഫേസ്യ സഭയെ നോക്കിക്കൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് ശ്ലീഹ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ആകയാൽ ക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, വിശ്വാസ സ്നാനം സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലെ, നീ ആരല്ല? ദൈവത്തിന് അന്യനല്ല, നീ ദൈവത്തിന് പരദേശിയല്ല. ഇരമ്യാവ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് പരദേശിയെ പോലെയും ഒരു മാത്രം പാർപ്പാൻ കൂടാരം അടിച്ചിരിക്കുന്ന ആമേൻ പരദേശിയെ പോലെ ഞങ്ങളുടെ നടുവിൽ ആയിരിക്കുന്നത് എന്ത്? സ്തോത്രം. പഴയ നിയമത്തിൽ പ്രവാചകനായ, കണ്ണുനീരിന്റെ പ്രവാചകനായ ഇരമ്യാവ് ചോദിച്ചു, അങ്ങ് ഒരു രാത്രി മാത്രം പാർപ്പാൻ കൂടാരം അടിച്ചിരിക്കുന്ന പരദേശിയെ പോലെ ദൈവമേ അവിടുന്ന് ആയിരിക്കുന്നത് എന്ത് ഞങ്ങളുടെ നടുവിൽ? ശ്രദ്ധിച്ചോ, ഒരിക്കൽ ദൈവം ദൈവത്തിന് നിങ്ങളും ഞാനും പരദേശികളായിരുന്നപ്പോൾ ക്രിസ്തുവാകുന്ന രക്ഷണ്യ പാറയുടെ അടുക്കലേക്ക് അടുത്തുവന്ന് അവൻ മുഖാന്തരം അവിടുത്തെ നാമത്തെ സ്തോത്രം ചൊല്ലി ഏറ്റുവാങ്ങിയ ദൈവസഭയെ നോക്കി പറയുകയാ, ദൈവസഭയെ, നിങ്ങൾ ആരല്ല? അന്യരല്ല. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സമൂഹമേ, നിങ്ങളോട് വിളിച്ചു പറയുന്നു, അന്യനായി പോകാതിരിക്കണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ സദു ഉപദേശത്തിലേക്ക് മടങ്ങി വന്ന് കീഴ്പ്പെട്ടിരുന്ന് ആമേൻ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. അന്യനല്ല, പരദേശിയല്ല. ഈ ഭാഗ്യകരമായ അനുഭവം ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ മഹായോഗത്തിന് ഞങ്ങൾ കടന്നു വന്നത്. ചുറ്റുപാട് കേൾക്കുന്നവർ വിചാരിക്കും, ഈ ഉപദേശി ഇത്രയും ശബ്ദം വെച്ച് എന്തിനാ പറയുന്നത്? ഈ മഹായോഗം എന്നൊക്കെ പറയാൻ അവിടെ വിരളയിലെണ്ണാവുന്ന ആളെ ഉള്ളല്ലോ എന്ന് വിചാരിക്കും. സത്യമാ. പക്ഷേ ഞങ്ങൾ മഹായോഗം എന്ന് പറയുന്നതിനൊരു രഹസ്യമുണ്ട്. നിങ്ങളറിയാത്തൊരു രഹസ്യം, ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞ ഒരു സത്യം. ഞങ്ങൾ സേവിക്കുകയും ഞങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യുന്നവൻ രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർക്കാർക്കും കാണാൻ കഴിയാത്തവനുമാണ്. അവിടുന്ന് മഹാരാജാവായതുകൊണ്ടാണ് ഞങ്ങൾ 4 പേര് കൂടി വരുന്ന യോഗത്തിനും ഞങ്ങൾ മഹായോഗമെന്ന് പറയുന്നത്. അപ്പോൾ ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല. ആമേൻ. ആരുടെയാ? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. അവിടെ നിൽക്കണേ, ഞാൻ പതുക്കെ പോകത്തുള്ളൂ. അപ്പൊ വിശുദ്ധന്മാർക്ക് ഇവിടെ പ്രത്യേകത വല്ലതും ഉണ്ടോ? ഒരൊറ്റ വിശുദ്ധനും പ്രത്യേകിച്ചൊരു പ്രത്യേകതയില്ല. ഞാനും നിങ്ങളും എല്ലാവരും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കരുകൾ പ്രാപിച്ച സകല പ്രിയപ്പെട്ടവരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശുദ്ധന്മാരാണ്. നമുക്ക് മുൻപേ ലോകത്തിൽ നിന്ന് നിത്യതയിൽ പ്രവേശിച്ചു മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർക്കും ഞാനും നിങ്ങളും ജീവനോടിരിക്കുന്നവർ സഹപൗരന്മാർ, കോ-ഫെലോഷിപ്പ്. സ്തോത്രം. അപ്പൊ ഈ വചനം കൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുന്നു, വിശുദ്ധന്മാരിൽ അതിവിശുദ്ധനൊന്നും ഇല്ല. അതിവിശുദ്ധൻ ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവം. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരത്രേ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സന്തോഷം, ഈ ശുശ്രൂഷയുടെ വിജയവും അതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശവാസികളോടൊരു ദൂത് പറയാനുണ്ട്. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായി തീരാത്തിടത്തോളം കാലം ദൈവരാജ്യത്തിൽ നിന്ന് നിങ്ങൾ അന്യപ്പെട്ടിരിക്കുന്നവരാ. 4-ാമത്തെ കാര്യം പറയുന്നു, ദൈവ ഭവനക്കാരുമത്രേ. ആരാ? നമ്മൾ ആരാ? ദൈവത്തിന്റെ ഭവനക്കാർ. ക്രിസ്തീയ വിശ്വാസിയെ, നീ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായി തീർന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ ഭവനത്തിന് ഓഹരിക്കാരനായി തീർന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങളെ ഓഹരിക്കാരാക്കുവാനും ആമേൻ ദൈവഭവനത്തിന്റെ അവകാശികളുമാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കടൽക്ഷോഭം ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിലേക്ക് വന്നതായ നമ്മോടൊരു ചോദ്യമുണ്ട്, സഹപൗരത്വം പ്രാപിച്ചോ? ആ ഒരുക്കത്തിലാണോ? ആമേൻ. ദൈവഭവനത്തിന്റെ ഓഹരിക്കാരായി തീർന്നോ? ആ അനുഭവത്തിൽ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് ആ ഉറപ്പ് വേണം ഇന്ന്.
ഞങ്ങൾ അന്യരല്ല, പരദേശികളല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ദൈവത്തിന്റെ ഭവനക്കാരൻ, ഭവനക്കാരി എന്ന ആ വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ ആമേൻ, നമ്മെ തകർക്കുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും സാധ്യമല്ല. ക്രിസ്ത്യാനി എന്ന പേരുണ്ടായിരിക്കാം, ആരാധനയ്ക്ക് കടന്നു പോകുന്നു എന്ന വലിയ ധൈര്യമുണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ ഭവനക്കാരൻ, ഭവനത്തിലെ ഒരംഗമായി തീരുവാൻ നാളിതുവരെ നിനക്ക് സാധിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ സന്തോഷം എന്തെന്നറിയാതെ, സമാധാനം എന്തെന്നറിയാതെ ജീവിക്കുവാനിടയായി തീരുന്നത്. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്ന് പൗലോസ് ശ്ലീഹ റോമാസഭയോട് വിളിച്ചു പറഞ്ഞതിന്റെ രഹസ്യമത. ഈ സന്തോഷം ഞങ്ങളുടെ ഉള്ളത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ കർത്തദാസന്മാർ തുടങ്ങി ബഹുമാന്യരായ മാതാപിതാക്കൾ, യൗവനക്കാർ തുടങ്ങി സകലരിലും ഈ സന്തോഷം ആരൂഢമായി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ചഞ്ചലിപ്പാൻ വകയേതുമില്ല, ഭയപ്പെടാൻ വകയേതുമില്ല. ഭയപ്പെടുത്തുന്നതും തകർക്കുന്നതുമായ ഒട്ടനവധി വിഷയങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി കടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അതിനെ ജയിക്കുന്നതൊക്കെയും ആമേൻ മൂലകാരണം ഞങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരായി തീരുവാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ, ദൈവവിശ്വാസിയെ, ഇന്ന് രാത്രിയിൽ ഒരു സദ്വർത്തമാനം നിങ്ങളോട് പങ്കുവെക്കുന്നതിന്റെ ലക്ഷ്യം, അതിന്റെ ആവശ്യകത, താങ്കൾ ഞങ്ങളെ കേൾക്കുന്ന ഓരോ ശ്രോതാവും ദൈവത്തിന്റെ ഭവനക്കാരായി മാറണം. ഞങ്ങളുടെ പ്രയത്നം അതിനുവേണ്ടിയാ. ദൈവത്തിന്റെ ഭവനക്കാരായി തീർന്നാൽ എന്ത് സന്തോഷമാ! അത് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ അത് നമുക്ക് ബോധ്യമാകുകയുള്ളൂ. അത് അവർണ്ണനീയമാണ്. അപ്പൊ 19-ാമത്തെ വാക്യത്തിൽ അങ്ങനെ വെളിപ്പെടുത്തി നിർത്തിയിട്ട് 20-ാമത്തെ വാക്യത്തിലേക്ക് കയറുമ്പോൾ രണ്ട് പ്രസ്താവനകളാണ് അവിടെ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോൾ നിങ്ങളെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ, വ്യക്തമായിട്ട് വായിക്കണം, പണിതിരിക്കുന്നു. എങ്ങനെയാ പണിതത്? മൂലക്കല്ലാരാ? ശിഷ്യന്മാരാരും മൂലക്കല്ലായിട്ടില്ല. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ല്. മൂലക്കല്ലിനോട് ചേർത്ത് വെച്ച് കല്ലുകളെ വെക്കുമ്പോഴാണ് അത് അടിസ്ഥാനമായി മാറുന്നത്. ദൈവസഭയുടെ പണിയെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ, ആമേൻ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ആത്മാവ് ഒരു കെട്ടിടത്തിന്റെ പണിയോട് ഉപമിച്ചുകൊണ്ടാണ് ഇവിടെ ദൈവസഭയ്ക്ക് ആ ദൂത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ മൂലക്കല്ലാരാ? അപ്പൊ നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത് വേറെ ആരാണെന്ന്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന് പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് ഓടി വന്നേ. സ്തോത്രം. അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. സ്തോത്രം. ആമേൻ. 1 പത്രോസ് 2:4-5 വാക്യങ്ങൾ. 1 പത്രോസ് 2:4-5 വാക്യങ്ങൾ കേട്ടോണേ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരേണ്ടതിന്, ജീവനുള്ള ആത്മീക ഗ്രഹമായി തീരേണ്ടതിന് യേശു ക്രിസ്തു മുഖാന്തിരം ദൈവത്തിനു പ്രസാദമുള്ള യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. കണ്ടോ?
പണിതിരുന്നു, അടിസ്ഥാനമിട്ടു. അതേ പത്രോസ്ലീഹ പറയുകയാണ്, ഞാൻ ജീവനുള്ള കല്ലല്ല, എന്നാൽ ജീവനുള്ള കല്ലായ ക്രിസ്തുവിനോട് ചേർത്തു വെച്ച് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന ഒരു സമൂഹത്തെ അവിടുന്ന് വാർത്തുണ്ടാക്കി. സഭയാം കൂടാരത്തിന്, ദൈവസഭയാം ശരീരത്തിന് അടിസ്ഥാനമിട്ടു. എവിടെ അടിസ്ഥാനമിട്ടത്? സംശയം മാറിയോ? അപ്പൊ കല്ലാരാ? മൂലക്കല്ലാരാ? ജീവനുള്ള കല്ലായ ക്രിസ്തു. അവിടുത്തെ അടുക്കലേക്ക് ചെന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. ആത്മീയ യാഗം കഴിപ്പാൻ. അവിടെ ഒരു തിരുത്തൂടെ ചെയ്തു പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. ആത്മീയ യാഗം കഴിക്കാൻ യഹോവയായ ദൈവത്തിന് ആദിമ നൂറ്റാണ്ടിൽ അഥവാ പഴയ നിയമസഭയിൽ യാഗപീഠം പണിയുമ്പോൾ മോശയ്ക്ക് കൽപ്പന കൊടുത്തത് ചെത്തിയ കല്ലുകൾ കൊണ്ടല്ല, ഇരുമ്പ് തൊടാത്ത കല്ലുകൊണ്ട് ആമേൻ യഹോവയ്ക്ക് യാഗപീഠം പണിയണം. ഇവിടെ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ടാ ആലയം പണിയുന്നത്. സ്തോത്രം. അപ്പൊ രണ്ടാമത്തെ ഭാഗം, 20-ാമത്തെ വാക്യത്തിൽ, ഒന്ന്, ഞാൻ നിങ്ങളും എന്തായിത്തീരുന്നു? മൂലക്കല്ലിനോട് ചേർത്ത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കൂടിയ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അപ്പോൾ അടിസ്ഥാനം അപ്പോസ്തലന്മാരാണ്, പ്രവാചകന്മാരാണ്. ചിലർ പറയുന്നത് പ്രവാചകന്മാരില്ലെന്ന്. ചിലർ പറയുന്നത് ആരാ? പ്രവാചകന്മാർ. ദൈവസഭയ്ക്ക് പ്രവാചകന്മാരുണ്ട്, ആത്മാവിനാൽ പ്രവചിക്കുന്നവരുണ്ട്. അതില്ലാത്തത് ദൈവസഭയല്ല. അഞ്ചുവിധ നിലയിലാണ് ദൈവസഭ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ. ഇത് ഇത്രയില്ലാത്തത് എന്തല്ല? ദൈവസഭ അല്ല. ദൈവഭവനമാണോ? ദൈവത്തിന്റെ ഭവനക്കാരായി തീരണമോ? നമ്മുടെ കൂട്ടായ്മയിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകണം. ഞാൻ എൻ്റെ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നില്ല. അത്യുന്നതനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കിയാ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ അനുഭവത്തിലേക്ക് നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന് മഹത്വം. ആമേൻ. 21-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഹലോ, എങ്ങനെയാ? പണിതു വരുന്ന മന്ദിരം ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ ചേർത്തു വെച്ച് അടിസ്ഥാനമിട്ട് വന്നതായ ആ ഭവനത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, അവൻ ക്രിസ്തുവിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേരുന്നു. ആ യുക്തം എന്നുള്ള പദത്തിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് കെയർഫുള്ളി എന്നാണ്. സ്തോത്രം. അപ്പോൾ പണിതു വരികയാ. ആരെല്ലാ പണിയുന്നത്? ക്രിസ്തുവിൽ. ദൈവസഭ അതിന്റെ മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് പണിയുകയാണ്. ഇനി അതിന്റെ രണ്ടാമത്തെ കാര്യം, യേശു കർത്താവിൽ ദൈവത്തിന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഓരോ ക്രൈസ്തവനും, ഓരോ ക്രിസ്ത്യാനിയും, ഓരോ ക്രിസ്തുഭക്തനും എങ്ങനെ വളരണം? ദൈവത്തിന്റെ മന്ദിരമായി വളരണം. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. Become a holy temple for the Lord. ദൈവത്തിന് നിവാസമാകുവാൻ തക്ക നിലയിൽ ഓരോ ക്രിസ്ത്യാനിയും അവന്റെ ഈ ജീവിതയാത്രയിൽ വളർന്നുകൊണ്ടേയിരിക്കണം. അതല്ലാത്തവൻ ആരല്ല. എനിക്കൊരു പേടിയില്ല, ഞാൻ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടും വന്നതല്ല. സഹോദരനെ, എന്നെ കേൾക്കുന്ന വാത്സല്യ മിത്രമേ, ഒരു പക്ഷേ നിങ്ങൾക്ക് എരിവുണ്ടാകും എൻ്റെ ഈ വാക്കുകൾ. എരിവുണ്ടാക്കിയാൽ ഞാൻ ഭാഗ്യവാനാ. ഇത് കേൾപ്പിക്കാനാ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ക്രിസ്തുവിൽ ദൈവത്തിനു മന്ദിരമായി വളരണം. അതുകൊണ്ടാ പൗലോസ് ശ്ലീഹ
വിളിച്ചു പറഞ്ഞത്, ആമേൻ, ദൈവം കൈപ്പണിയായ മന്ദിരങ്ങളിൽ, കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്നത് മനുഷ്യ ശരീരത്തിലാണ്. മനുഷ്യന്റെ ഗാത്രം ദൈവത്തിന്റെ ക്ഷേത്രം. എന്റെ വാക്കല്ല. നാല്, ഞാൻ തുടർന്ന് അത് വിശദീകരിക്കാം. ഇപ്പൊ എത്ര കാര്യം കായി? 8 കാര്യം ചിന്തിച്ചു അല്ലേ? 8 പ്രസ്താവനകളാ. അടുത്തത് 2 കൂടുണ്ട് 22-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ വളർന്നു വരുന്നതിനെ ആമേൻ. 2 പ്രസ്താവന. ഒന്ന്, ഞാൻ നിങ്ങളും ആരാകണം? ദൈവത്തിന് നിവാസം ആകണം. ദൈവം നിവസിക്കുക, അർത്ഥാൽ ദൈവം വസിക്കുക. അങ്ങനെ ദൈവം വസിക്കേണ്ടതിന് ഒരുവനെ, രക്ഷിക്കപ്പെട്ട ഒരുവനെ, മാനസാന്തരപ്പെട്ട ഒരുവനെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിമജ്ഞന സ്നാനം ഏറ്റ ഒരുവനെ, അവനെ ദൈവത്തിന്റെ നിവാസമായി തീർക്കേണ്ടതിന് ആത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവിങ്കൽ നിന്ന് വാങ്ങി നിങ്ങൾ അയച്ചു തരികയും ചെയ്യും എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനാൽ, പിതാവിന്റെ സ്നേഹത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പണിയുന്നതാണ് ദൈവാലയം. ഇവിടുത്തെ അമ്പരചുംബികളായ ഒരു കെട്ടിടങ്ങളും എന്തല്ല, ദൈവത്തിന്റെ ആലയമല്ല. പിന്നെ ആരാണ് ദൈവത്തിന്റെ ആലയം? ഞാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവരാ ദൈവത്തിന്റെ മന്ദിരം. പുറകിന് വരുന്നുണ്ട് ദൈവാസനെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്താൽ പണിയപ്പെടണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലും ദൈവത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെടണം. പണിയാൻ വന്നാൽ, പണിക്കാരൻ പണിയാൻ വന്നാൽ, ഇതിപ്പോ പണിയണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണിയുമോ? ഇല്ല. അപ്പൊ നാം സ്വയമായി എന്ത് ചെയ്യണം? പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ തിരുവെഴുത്തിനെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, ദൈവാത്മാവിനാൽ നീ പണിയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവാത്മാവ് നിന്നെ ശക്തിയുക്തമായി ഏറ്റവും യോഗ്യമായ നിലയിൽ പണിത് പുറത്തു കൊണ്ടുവരും. നിന്നെ തകർക്കുവാനോ നിന്റെ പണിയെ ഉടക്കിക്കളയുവാനോ ഉടച്ചു കളയുവാനോ ലോകത്തിന്റെ ഒരു ശക്തി വിചാരിച്ചാലും നടക്കത്തില്ല. അങ്ങനെ പണിതുകൊണ്ടുവന്നവരാ ഈ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ദൈവാത്മാവിനാൽ പണിതത് കൊണ്ടാ ഇവിടെ ഇരുന്ന് കേൾക്കുന്നതും ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതും. സ്തോത്രം. ഹല്ലേലൂയ പറയേണ്ടവർ കുറച്ച് പറഞ്ഞു, ആരെയും തടയത്തില്ല, പറഞ്ഞു പറയിപ്പിക്കത്തുമില്ല. സ്തോത്രം. അപ്പോൾ ആത്മാവിനാൽ പണിയപ്പെടുന്നു. ആമേൻ. ആ ബോധ്യം ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. പണി തീർന്നോ? ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. പണി തീർന്നാൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അതാണ് അപ്പോഴാ ദിവാസം പറഞ്ഞത്, ഉപദേശിമാരെ ഇനി ചിലപ്പോൾ കാണാൻ ഇല്ലല്ലോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാ. അതിവിദൂരമല്ല. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം ഒരാൾ അത് വായിച്ച് സഹായിച്ചു തന്നെ ആ ഭാഗം ഒന്ന് പൂർത്തീകരിക്കുവാൻ. 3:9. ആമേൻ. ഞങ്ങൾ ആരായിപ്പം? അന്യരല്ല, പരദേശികളല്ല, ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമായ ഞങ്ങളെ തന്നെ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. അടുത്തതൂടെ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. അപ്പൊ ദൈവത്താൽ പണിയപ്പെടണം. ദൈവത്താൽ ഓരോ ദിവസവും പണിതുകൊണ്ടേയിരിക്കണം. പണി പൂർത്തിയാകുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കും. അതുകൊണ്ട് ഈ പണി പൂർത്തിയാകാത്തതിനാൽ ആ പണിയിലേക്ക് വേണ്ടുന്നവരെ ഒക്കെ ചേർക്കണം. പാലുവായി ദേശത്തിലെ
ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുന്നത്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്നത് സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടമല്ല എന്ന് യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. ആ യേശു തമ്പുരാനാണ് പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം, തിരുവുള്ളം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താ തിരുവിഷ്ടം? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്നത് എന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ലാത്തതിനാൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കേൾപ്പിക്കുന്നത്. പാലുവായ് ദേശത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനായ കർത്തൃദാസൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തോടെ ഇവിടെ വന്ന് ഒരു കൂടാരം അടിച്ചു പാർത്തുകൊണ്ട് ഈ സത്യസുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ആമേൻ കാഴ്ചകൾ ലഭ്യമാകും, അല്ലെങ്കിൽ കുറെ ധനം സമ്പാദിക്കാം എന്നുള്ള നിലയിലല്ല. നശിച്ചു പോകുന്ന ആത്മാക്കൾ നിത്യതയിലേക്ക് എത്തപ്പെടണം, ദേശം അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെയും ലക്ഷ്യം ഞങ്ങളെ കേൾക്കുന്ന ഈ മണ്ണിലെ ഓരോ നിവാസികളും, ചെറിയവരും വലിയവരുമാകട്ടെ, ധനവാനും ദരിദ്രനുമാകട്ടെ, ജ്ഞാനിയും വിജ്ഞാനിയുമാകട്ടെ, വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനുമാകട്ടെ, അവർ എല്ലാവരും ദൈവരാജ്യത്തിന്റെ അംശികളായി തീരണം. ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാ ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് ഇവിടെ വന്ന് ഇന്ന് രാത്രി ദൈവവചനം ഘോഷിക്കുന്നത്. അതിന് നറുക്ക് വീണത് എനിക്കാ. മാവേലിക്കരയിൽ നിന്ന് പെരിന്തൽമണ്ണയിൽ വന്ന് സ്ഥിരതാമസമാക്കിയത് ഈ ഒരൊറ്റ ലക്ഷ്യത്തില്ല. അങ്ങനെയെങ്കിൽ ബഹുമാന്യ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയ മിത്രമേ, ദൈവസഭയെ ഒരു കെട്ടിടത്തിന്റെ പണിയോട് എൻ്റെ കർത്താവ് ഉപമിച്ചെങ്കിൽ ആ സഭയിലെ ഓരോ പ്രിയപ്പെട്ടവരും എങ്ങനെ ആയിരിക്കണമെന്നും കർത്താവിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. കർത്താവ് ഉപദേശം തന്നിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് പോയാൽ ഞാനും നിങ്ങളും പുറന്തള്ളപ്പെടും. എൻ്റെ വാക്കുകളല്ല. മോശ മുഖാന്തരം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ സന്തതിയെ വാഗ്ദത്ത കനാൻ ദേശത്തിലേക്ക് നടത്തിക്കൊണ്ടുവരുമ്പോൾ ഹോരേബിൽ വെച്ച് മോശയ്ക്ക് വെളിപ്പെട്ടതായ ദൈവം, മോശയാൽ നടത്തപ്പെടുന്ന ജനം ദൈവത്താൽ നൽകപ്പെടുന്ന വാഗ്ദത്ത ഭൂമിയിൽ പോയി വീടുകളെ പണിതാൽ ആ വീട് എപ്രകാരമുള്ളായിരിക്കണം, അത് എങ്ങനെയൊക്കെ വിശുദ്ധമായിരിക്കണം എന്ന് മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തോടൊരു കൽപ്പന കൊടുത്തു. ലേവ്യ പുസ്തകം 12, 13, 14, 15 അധ്യായങ്ങൾ ഒരു മനുഷ്യന്റെ, അവന്റെ ആടുമാടുകളുടെ, അവൻ പാർക്കുന്ന ഭവനത്തിന്റെ വിവിധ വിഷയങ്ങളിലുള്ള ശുദ്ധീകരണ നിയമമാണ്. അതിൽ 14 അധ്യായം 33 വരെയുള്ള വാക്യം, 33 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ എടുത്തു പഠിച്ചാൽ വായിക്കാൻ നേരമില്ല, ഞാൻ പറഞ്ഞുവിടാം. ദൈവസഭ എങ്ങനെ ആയിരിക്കണമെന്ന് ക്രൂശിൽ അവസാന തുള്ളി രക്തവും ചീന്തി വില കൊടുത്തു വാങ്ങിയ നസ്രനായവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരന് വലിയ ആഗ്രഹമുണ്ട് നാം എങ്ങനെയായിരിക്കണം. ജീവനുള്ള കല്ലായ അവിടുത്തെ അടുക്കൽ ചെന്നിട്ട്, അപ്പൊ ജീവൻ പ്രാപിക്കണമെങ്കിൽ എവിടെ ചെല്ലണം? ക്രിസ്തുയേശുവിന്റെ അടുക്കൽ ചെല്ലണം. അവിടുന്നാണ് പാപസംബന്ധമായി അകന്നുപോയ പിതാവായ ദൈവത്തിൽ നിന്ന് അകന്നുപോയ എന്നെയും നിങ്ങളെയും തന്റെ സ്നേഹത്താൽ രമ്യമാക്കിയത്, തന്റെ ക്രൂശിലെ മരണത്താൽ രമ്യതപ്പെടുത്തിയത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായ ഞങ്ങൾ, ദൈവത്തിന്റെ കൃഷിയായ ദൈവസഭയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരായ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം വായിക്കേണ്ട, ഞാൻ പറഞ്ഞുവിടും. 16, 17 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ. ഒന്നാമത്തെ അറിവ്, ഈ ശരീരം ദൈവത്തിന് വാസയോഗ്യമായ മന്ദിരമായി ആമേൻ തീരണം. എൻ്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അടുത്ത പദം പറയുന്നത് കേട്ടോ,
ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ. അതിന് അയലൊക്കത്തെ ആരെങ്കിലും മന്ത്രവാദം വല്ലതും ചൊല്ലണോ? നിങ്ങൾ പേടിക്കുന്ന കൂടുപദ്രവം വല്ലതും ചെയ്യണോ? വേണ്ട. നീ തന്നെ വിചാരിച്ചാ മതി. ദൈവത്തിന്റെ മന്ദിരമായി ഞാൻ തീരുന്നില്ലെന്ന് വിചാരിച്ചാൽ ക്രൂശിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി വില കൊടുത്ത നാഥൻ, ആമേൻ, ആ മന്ദിരത്തെ നീ നശിപ്പിച്ചാൽ നിന്നെ നശിപ്പിക്കും. പ്രത്യക്ഷത്തിൽ ഇവിടെ കഷ്ടതയൊന്നും കാണത്തില്ല. പക്ഷേ നിത്യന്യായവിധി ദിവസത്തിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ട സമയത്ത് കണക്ക് ബോധിപ്പിച്ചേ മതിയാകത്തുള്ളൂ. അതിന്റെ മറുഭാഗം കൂടെ. ദൈവത്തിന്റെ മന്ദിരമായ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു മനുഷ്യനെ ഭൂമിയിലെ ആര് നശിപ്പിച്ചാലും ആമേൻ ദൈവത്തിന് പ്രതികാരമുണ്ട്. ആമേൻ. നശിപ്പിക്കപ്പെടുന്നവനോ ഉപദ്രവം ഏൽക്കുന്നവനോ ഉപദ്രവിക്കപ്പെടുന്നവനോ ഒരുപക്ഷെ പ്രതികാരത്തിന്റെ മനോഭാവമോ ചിന്തയോ ഇല്ല. എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ മിണ്ടാതെ പോകും, ഒരു സ്തോത്രം പറഞ്ഞിട്ട് പോകും. ഇവിടെ ഇരിക്കുന്ന ദേവാസന്മാരൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ കല്ലേറ് കിട്ടും, അലുവ കിട്ടിയെന്ന് വരുത്തില്ല, ജിലേബി കൊണ്ട് തരുമെന്നുള്ള പ്രതീക്ഷയോടൊന്നുമല്ല സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അറിയണം. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് ശരീരം ബലഹീനമാണെങ്കിലും ആത്മാവ് ബലപ്പെടുത്തി ഇന്ന് രാത്രിയിലും നമ്മെ ഇവിടെ കൂട്ടി വരുത്തിയത്. ഒരുപക്ഷെ ഇവിടെ ഒരു ഡാൻസിന്റെയോ ഒരു നൃത്തത്തിന്റെയോ ഒരു ഏതെങ്കിലും ഒരു നിലയിലുള്ള ഒരു പൊതു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ഈ കാമ്പൗണ്ടിലെങ്ങും ഇരിക്കാൻ സ്ഥലമില്ലാതെ വണ്ണം നിറഞ്ഞേനെ. ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നിടത്ത് ആള് ചുരുക്കമാ. ഒന്ന്, പിതാവിനാൽ ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ആകർഷിക്കപ്പെടുവാനുള്ള ചൂണ്ട മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിട്ട് തരുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നിവാസമാകുന്ന നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് നശിപ്പിക്കുവാൻ വരുന്ന ഏത് പൈശാചിക ശക്തിയെയും തകർക്കുന്ന ജോലി ആമേൻ ഉടയവനുള്ളതാ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അച്ചായി മേടിച്ച് വളർത്തുന്ന ദൈവാസന്മാരെ നമ്മൾ വളർത്തുന്ന കുട്ടിയാടിനെ നായി കടിക്കാൻ വന്നാൽ ആ ആടിന്റെ ഉടമസ്ഥൻ വെറുതെ ഇരിക്കുമോ? കൈ കിട്ടാവുന്ന ഏറ്റവും വലിയ ആയുധമായിട്ട് ചെല്ലും. ഇവിടെ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെങ്കിൽ കാൽവരി ക്രൂശിൽ തൻ്റെ പുണ്യാഹ രക്തമൂറ്റി വിലയ്ക്ക് വാങ്ങിയ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി, താൻ വസിക്കുവാൻ തിരഞ്ഞെടുത്ത ആലയത്തിന് വിരോധമായി, ഞാൻ മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്, ഒരു പൈശാചിക വ്യാപാരം ഉയർന്നു വന്നാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദൂതസഞ്ചയം നോക്കി നിൽക്കുകയില്ല. ആ ഒരു വലിയ സംരക്ഷണം ഓരോ ക്രിസ്തു ഭക്തനുമുണ്ട്, ഓരോ സുവിശേഷകനുമുണ്ട്, ഓരോ പ്രവാചകനുമുണ്ട്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച സകല വിശുദ്ധന്മാർക്കുമുണ്ട്. അതുകൊണ്ട് ഈ മന്ദിരത്തിന്റെ ഉത്തരവാദി ദൈവമാകയാൽ നമ്മൾ ആരോടും പ്രതികാര ചിന്തയ്ക്കൊന്നും പോകണ്ട. പഴയ നിയമം വായിക്കുമ്പോൾ പ്രതികാര ചിന്ത ഒത്തിരിയുണ്ട്. പുതിയ നിയമത്തിൽ എന്തില്ല? പുതിയ നിയമത്തിൽ പറഞ്ഞു നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം. അവൻ സ്നേഹിപ്പാനാണ് യേശു തമ്പുരാൻ നമുക്ക് അനുവാദം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉപദേശിമാരെ വെട്ടിയാലും കൊന്നാലും ഓടിച്ചിട്ടടിച്ചാലും മിണ്ടാതെ പോകുന്നതിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഉടയവൻ ഈ ശരീരത്തിലുള്ളവനല്ല, ഈ ശരീരത്തെയും ആത്മാവിനെയും നിർമ്മിച്ചവനാ. അവന്റെ മന്ദിരത്തെയാണ് നീ തകർത്തത്. അതുകൊണ്ട് പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് പഴയ നിയമഭക്തന്മാരെ നോക്കി ആമേൻ യഹോവയായ ദൈവം പറഞ്ഞെങ്കിൽ പുതിയ നിയമഭക്തന്മാരോട് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കൊരു പ്രതികാരം ചെയ്യുവാൻ എന്തില്ല? അനുവാദം ഇല്ല. സുവിശേഷം പറഞ്ഞതും ക്രിസ്തുവിനെ അറിഞ്ഞതും നിമിത്തം രണ്ടെണ്ണം ആരേലും തന്നാൽ മിണ്ടാതെ പൊക്കോണം എന്ന് വിചാരിച്ച് അവർ കയറി കാരണം കൂടാതെ രണ്ടെണ്ണം അടിച്ചാൽ അതിനും സ്വത്രം പറഞ്ഞു. പ്രതികാരം ഒന്നും ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതിന് ദൈവം കൃപ തരും. മടങ്ങി വരട്ടെ. അപ്പോൾ പഴയ നിയമ ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്ത ഭൂമിയിൽ അവരൊരു പാർപ്പിടമുണ്ടാക്കി. അതിൽ പാർക്കണമെങ്കിൽ അതിന് വ്യക്തവും സുശക്തവുമായ ഒരു നിബന്ധന, നിയമം
യഹോവയായ ദൈവം മോശയാകുന്ന തന്റെ ദാസനിലൂടെ ഇസ്രായേൽ സന്തതിക്ക് കൊടുത്തു. അതാണ് ലേവ്യ പുസ്തകം 14 അധ്യായത്തിന്റെ 33 മുതലുള്ള ഒടുവിലത്തെ വാക്യം വരെ. ഞാൻ വേഗത്തിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്ന് പറഞ്ഞു വിടാം. ഒരു വീട്, നിങ്ങൾ പാർക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ഒരു വീട് പണിതു. അതിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കല്ലുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് പുണ്ണുപിടിച്ചതായിട്ടോ, വടു എന്ന ഭാഷയാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, കുഷ്ഠത്തിന്റെ അടയാളമായ പച്ച നിറമോ ചുമല നിറമോ കണ്ട്, പൂപ്പലോ കണ്ട്, അത് കണ്ടാൽ, സ്തോത്രം, നീ എന്ത് ചെയ്യണം? എന്നെ ശ്രദ്ധിക്കണം. പുരോഹിതനെ വിളിച്ചു കൊണ്ടുവരണം. യഹോവയുടെ അഭിഷിക്തനെ നിന്റെ ഭവനത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന്, ആമേൻ, ആ ഭവനത്തിലെ അവനെ പ്രവേശിപ്പിച്ച് അവനൊന്ന് നോക്കണം. ആ കുഷ്ഠം നിറഞ്ഞ, പ്രത്യേകമായ മാർക്ക് വീണ, പൂപ്പൽ വീണ ആ കല്ലിനെ ഒന്ന് നോക്കിയിട്ട് പുരോഹിതൻ പറയണം, ഒരാഴ്ച 7 ദിവസം അടച്ചിടണം ഈ വീട്. 7 ദിവസം അതിൽ പാർക്കാൻ അനുവാദമില്ല. 7ാമത്തെ ദിവസം പുരോഹിതൻ വന്ന് നോക്കിയിട്ട്, ശ്രദ്ധിക്കണമെന്ന്, പുരോഹിതൻ വന്ന് നോക്കിയിട്ട് പുരോഹിതൻ അവൻ സാക്ഷ്യപ്പെടുത്തണം. ലേവ്യ ഗോത്രത്തിലെ പുരോഹിതന്മാരാൽ അവൻ സാക്ഷ്യപ്പെടുത്തണം. എന്തിന്? ഈ വീട് ശുദ്ധമാണ്, പാർക്കുവാൻ കൊള്ളാമെന്ന്. ഇല്ല എങ്കിൽ അദ്ദേഹം പറയുകയാ, അതിൽ കുഷ്ഠമുണ്ട്, ഒരു കാര്യം ചെയ്യണം, ആ കല്ല് എടുക്കണം. ആ കല്ല് എടുക്കണം, അതിന്റെ കുമ്മായം പോലും ചുരണ്ടിയെടുക്കണം. എന്താ കാരണം? അത് വാസയോഗ്യമാകാതെ വണ്ണം നിന്റെ മേൽ പകരപ്പെടുന്ന കുഷ്ഠമായി തീരാതിരിക്കാൻ നീ ആ കല്ലിനെ എവിടെ കൊണ്ട് കളയണം? പട്ടണത്തിലെ വെളിമ്പ്രദേശത്ത്, വെറും സ്ഥലത്തല്ല, അശുദ്ധമായ ഒരു സ്ഥലത്ത് അതിനെ കൊണ്ട് തള്ളണം. ഏതിനെ? കഴിഞ്ഞ രാത്രി വരെ നിനക്ക് തണലേകിയ ഭവനത്തിന്റെ ആ കല്ലിനെ. എന്റെ വാക്കല്ല കേട്ടോ, അത്യുന്നതനായ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട മരുഭൂയാത്രയിൽ നടത്തിക്കൊണ്ടുവന്ന ദൈവജനത്തിന് കൊടുത്ത ദൈവീക കൽപ്പനയാ. അതും സാധ്യമല്ല എങ്കിൽ, അവിടെയും അത് വിശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ, അടുത്ത വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതേ അധ്യായത്തിൽ നിങ്ങൾ വീട്ടിൽ പോയാൽ മതി, വായിച്ചുകൊള്ളണം. കല്ല്, കുമ്മായം, മരം സകലതും എടുത്ത് പട്ടണത്തിന് വെളിയിൽ ഒരശുദ്ധ സ്ഥലത്ത് കൊണ്ട് തള്ളണം. എവിടെ കൊണ്ട് തള്ളണം? ഇതെന്തിനാ ഈ വചനം എന്നെ ഏൽപ്പിച്ചതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആദ്യമേ നിങ്ങളോട് ഞാൻ എന്തെടുത്തിരുന്നു? ജാമ്യം എടുത്തിരുന്നു. ദൈവം വിളിച്ചു വേർതിരിച്ച് ഇറക്കി പുറപ്പെട്ടു കൊണ്ടുവന്ന തന്റെ ജനത്തിനു പാർക്കുവാൻ, ശ്രദ്ധിച്ചോളുക, തന്റെ ജനത്തിനു പാർക്കുവാൻ, അഥവാ മനുഷ്യന് പാർക്കുവാൻ ഇപ്രകാരമുള്ള ഒരു ഭവനത്തിന് ഇത്രത്തോളം തീഷ്ണത കാണിക്കുന്ന ഒരു ദൈവമാണ് യഹോവയായ ദൈവം. അല്ലെങ്കിൽ മോശയ്ക്ക് വെളിപ്പെട്ട യഹോവയായ ദൈവം ഇത്ര തീഷ്ണനായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ, ഏത് കാര്യത്തിൽ? എനിക്ക് പാർക്കുവാൻ, ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ, എൻ്റെ അധ്വാന ഫലം കൊണ്ട് ദൈവം തന്നതായ നന്മ കൊണ്ടുണ്ടാക്കിയ ഭവനത്തിൽ കുഷ്ഠത്തിന്റെ ലക്ഷണം കണ്ട കല്ല് ഒന്ന് മാറ്റി നോക്കി, അതുകൊണ്ട് തീരുന്നില്ല എങ്കിൽ അതിൻ്റെ കല്ലും മരവും കുമ്മായവും ഒരുപോലെ ഇടിച്ചു കൊണ്ടുവന്ന് പുറം പ്രദേശത്ത്, വെളിപ്രദേശത്ത്, അശുദ്ധമായ സ്ഥലത്ത് തള്ളിക്കളയണം. എന്നിട്ടൊരു വീട് പണിതാൽ, ബാക്കി വെച്ച് പണിതാലും പറയുന്നുണ്ട്, 4 വിധ വസ്തുക്കളെ കൊണ്ടുവന്നിട്ട് പണി പൂർത്തിയായ ശേഷം അതിനൊരു ശുദ്ധീകരണം നടത്തണം. ജീവനുള്ള 2 പക്ഷികൾ, ചുവപ്പ് നൂൽ, ദേവദാരു, ഈസോപ്പ് തണ്ട്. ചുവപ്പ് നൂൽ, ദേവദാരു, ഈസോപ്പ് തണ്ട്, ജീവനുള്ള 2 പക്ഷികൾ. അതിൽ ഒരു പക്ഷിയെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ ഉറവയിലെ ജലത്തിലും, ഉറവയിങ്കിൽ നിന്നെടുത്ത ജലത്തിലും, പക്ഷിയുടെ രക്തത്തിലും ഈസോപ്പ് തണ്ടും ചുവന്ന നൂലും ദേവദാരുവും മുക്കി 7 പ്രാവശ്യം വീടിന്മേൽ തളിക്കണം. എന്നിട്ട്
ജീവനുള്ള പക്ഷിയെ പുറത്തേക്ക് പറത്തിവിടണം. എങ്കിൽ ആ വീട് ശുദ്ധിയുള്ളതായി തീരും. ശ്രദ്ധിച്ചോ? ഇന്ന് രാത്രിയിൽ ദൈവിക മർമ്മമാണ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ദൈവിക മർമ്മമാണ്, ദൈവസഭയെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ എരിവാണ് ഞാൻ ഇനി അടുത്ത് നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ പോകുന്നത്. നിങ്ങൾ പല ആവർത്തി വായിച്ചതും ധ്യാനിച്ചതുമായ വാക്യങ്ങളാണ്, വേദഭാഗങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുന്നത് ആ നിലയ്ക്കായതുകൊണ്ട്, കൊണ്ടുപോയതും ആ നിലയ്ക്കായതുകൊണ്ട് ഇത് ശക്തിയുക്തമായി പ്രസ്താവിക്കുന്നത്. മനുഷ്യനായ എനിക്ക് പാർക്കുവാൻ ഇത്രത്തോളം തീഷ്ണത വെളിപ്പെടുത്തുന്ന സ്വർഗസ്ഥനായ ദൈവം തനിക്ക് മന്ദിരമായി തീരേണ്ടതിനും തൻ്റെ പരിശുദ്ധാത്മാവ് നിവസിക്കേണ്ടതിനും തൻ്റെ രക്തത്താൽ അവൻ പണിതെടുത്ത മനുഷ്യന്റെ ഹൃദയത്തിൽ കുഷ്ഠം കാർന്നു തിന്നാൽ ദൈവം മാറ്റുമോ? മാറ്റുമോ? ഹലോ, ഒരു ഉത്തരം പറ. എനിക്കറിയാം, ഞാൻ പറയും മാറ്റും. അല്ലെങ്കിൽ ദൈവം നീതിയുള്ള ദൈവമെന്ന് പറയുവാൻ എനിക്ക് കഴിയത്തില്ല വചനത്തിന്റെ വ്യവസ്ഥയിൽ. ഇത് ഉപദേശിയുടെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് വന്നതല്ല, അത്യുന്നതനായ ദൈവം വില കൊടുത്തത് മുഖാന്തരം ഈ വിശ്വാസത്തിലേക്ക് വന്നതാ. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിരന്തരമായി വിശുദ്ധി വെളിപ്പെടുത്തേണ്ടവരും അതിനുള്ള ഉത്തരവാദിത്വം ഉള്ളവരുമാ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം, ദൈവത്തിന്റെ നിവാസമാകുന്നതിന് വിരുദ്ധമായുള്ളത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ അതിനെ ചുരണ്ടിയെടുത്ത്, അതിനെ നീക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ട് കളയുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിക്കപ്പെടുന്ന ഒരുവരിലേക്ക് മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ മടങ്ങി വന്ന് വാസം ചെയ്യത്തുള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞു, അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അശുദ്ധാത്മാവ് വിട്ടുപോയിട്ട് അവനും പിന്നെയും മടങ്ങി വന്ന് നോക്കിയപ്പോൾ ആ വീട് അലങ്കരിച്ചും അടിച്ചുവാരിയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ തന്നിലും ദുഷ്ടതയേറിയ 7 എണ്ണത്തിനെ കൂടെ, അപ്പൊ എത്ര പേരായി? 7 1 8. അവന്റെ സ്ഥിതിയോ ഇപ്പൊ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന രഹസ്യം ഇതാ. സ്വത്രം. ഇന്ന് രാത്രി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാറ് തരും, ഏക്കർ കണക്കിന് തരും, വീട് തരുമെന്ന് പ്രസംഗിക്കാനല്ല എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചത്. നീ ആദ്യത്തേനേക്കാൾ വഷളാകാതിരിക്കേണ്ടതിന് രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ഓരോ ദിവസത്തിന്റെ ജീവിതവും ദൈവനാമ മഹത്വത്തിനും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ കുടികൊള്ളുവാൻ തക്ക യോഗ്യതയിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ബുദ്ധി ഉപദേശിക്കുകയാ. പേർ കൊണ്ട് ക്രിസ്ത്യാനിയാ, ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ നേരെ പോകുന്നത് ബാറിലേക്കാ. വിമർശനമല്ല, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയാ വെളിപ്പെടുത്തുന്നത്. എന്റെ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുന്നതാ. ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ ക്രിസ്ത്യാനി അടുത്ത ആരാധനയ്ക്ക് പോകുന്നത് ബാറിൽ. എൻ്റെ കൂടെ എറണാകുളംകാരനൊരു ഗ്രിഗറി ഉണ്ടായിരുന്നു കപ്പലിൽ. ഞാൻ കപ്പലിൽ ജോലി ചെയ്തിട്ടുണ്ട്. പൗലോസിനെ പോലെ 40 ദിവസം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെട്ട് ആമേൻ ഇന്നേക്ക് 1990 ഓഗസ്റ്റ് മാസം 1 മുതൽ ആമേൻ 14-ാം തീയതി വരെ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടവനായിരുന്നു. സ്വർഗസ്ഥനായ ദൈവം അവിടെ തന്നെ വിടുവിച്ചു കൊണ്ടുവന്നതാ. അതുകൊണ്ട് ആ ഗ്രിഗറി മദ്യം കരങ്ങളിലെടുത്ത് ഗ്ലാസ്സിലെടുത്തിട്ട് കൈമുക്കിയിട്ട് പറയും, ദിസ് ഈസ് ഫോർ പീറ്റർ. അവരുടെ ഇടയിൽ ആംഗ്ലോ ഇന്ത്യൻസ് ആണ് ആ സഹോദരൻ. അവരുടെ ഇടയിൽ ഒരു സംസ്കാരം. പത്രോസിന് ഒന്നും കൊടുക്കാനില്ലാത്തതിന് ഒഴിച്ചു വെച്ച ഗ്ലാസ്സിലെ മദ്യത്തിൽ കൈയിട്ടിട്ട് ഒരു കൊട ഇങ്ങനെ കൊടഞ്ഞിട്ട് പറയും, ദിസ് ഈസ് ഫോർ പീറ്റർ. നിന്റെ ജീവന്റെ അവസ്ഥ എവിടെയാ? ഇന്ന് രാത്രി ക്രിസ്ത്യാനി നിന്നോട് ചോദിക്കുകയാ, ദൈവത്തിന്റെ നിവാസമാകുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്ന നിന്റെ ജീവിതത്തെ ദൈവത്തിന് നിവാസമായി നീ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ പരാജയത്തെ കണ്ടുണർന്ന് ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നീ ഹൃദയത്തെ സമർപ്പിച്ച് മടങ്ങി വരുവാൻ ഒരുക്കമായാൽ നിന്നിൽ വസിപ്പാൻ
യോഗ്യമായ ആലയമായി നിന്നെ തിരഞ്ഞെടുത്ത് ആമേൻ നീ വിശുദ്ധന്മാരുടെ സഹപൗരത്വത്തിന് അവകാശിയായി മാറുകയും ദൈവഭവനത്തിലെ അംശിയായി തീരുകയും ചെയ്യും. അതിനാണ് രക്ഷിക്കപ്പെടണം. എന്താ രക്ഷിക്കപ്പെടുന്നത്? പാപവഴികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന അനുഭവത്തെയാണ് രക്ഷാനിർണയം എന്ന് പറയുന്നത്. ഇക്കാലം അത്രയും ഞാൻ ചെയ്തത് പാപവഴിയായിരുന്നു, ഞാൻ യാത്ര ചെയ്തത് പാപവഴിയായിരുന്നു, എൻ്റെ ക്രിയകൾ ദൈവത്തിന് പ്രസാദമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ വചന കേൾവിയാൽ ഞാൻ അതിനെ ഉപേക്ഷിച്ച് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങളുടെ നിത്യ പരിഹാരത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് വായ് കൊണ്ട് ഏറ്റുപറയണം. ഹൃദയത്തിൽ കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്ന ആ പ്രവൃത്തിയെയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. താൽക്കാലിക കാര്യസാധ്യത്തിനു വേണ്ടി അപ്പോൾ പറഞ്ഞ് മടങ്ങിപ്പോകുന്നതല്ല രക്ഷാനിർണയം. രക്ഷ പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഓരോ ദിവസവും രക്ഷിക്കപ്പെടണം. ഓരോ ദിവസവും വിശ്വാസി മാനസാന്തരപ്പെടണം. ആമേൻ. പ്രസംഗിക്കുന്നവൻ മാനസാന്തരപ്പെടണം, പ്രവചിക്കുന്നവൻ മാനസാന്തരപ്പെടണം. നാം ജഡത്തിലാ വസിക്കുന്നതെങ്കിലും അതിൻ്റെ കുറവുകൾ നമ്മെ തകർക്കുവാൻ കഴിയാതിരിക്കേണ്ടതിന്, തകർത്ത് കളയാതിരിക്കേണ്ടതിന് ദൈവ പൈതലേ നീ ഓരോ ദിവസവും ഓരോ നിമിഷവും മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം. എന്നാൽ സ്നാനം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ വിശ്വാസ പ്രമാണത്തിൽ അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പാപമോചനത്തിനും മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനുള്ള ലോകത്തിലെ നിത്യജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. കാലപ്പഴക്കം വന്നപ്പോൾ ഒരു തിരുത്തൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കൊടുത്തു. എന്ന് പറഞ്ഞാൽ പെന്തക്കോസിലേക്ക് വന്ന് പിന്നെയും പിടിച്ച് മുക്കുന്നത് കൊണ്ട് ഒരു ചെറിയ തിരുത്തൽ. പാപമോചനത്തിനും മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളും അതന്നെ പറഞ്ഞുള്ളൂ. മാമോദീസ എത്രയേ ഉള്ളൂ? അത് മാമോദീസ ആയിരിക്കണം. എനിക്ക് മാമോദീസ തന്നതൊക്കെ എൻ്റെ അമ്മച്ചി അപ്പച്ചനും പറഞ്ഞിട്ടുണ്ട്. യോശുവാകുന്ന ഞാൻ സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ എന്നെ പുരോഹിതൻ ഏറ്റുവാങ്ങി മാമോദീസ ജലത്തിൽ എൻ്റെ നട്ടല് മുക്കി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നടുവേദന ഇപ്പോഴും ഉള്ളത്. എന്നിട്ട് കൈയെടുത്തുനിന്ന് കുടഞ്ഞൊരു കുരിശൊക്കെ വരച്ചു. ഞാൻ ആരെയും തകർക്കുകയല്ല. ആരാ എനിക്ക് വേണ്ടി ഏറ്റുപറഞ്ഞത്? എൻ്റെ കാർണവന്മാരിൽ ഒരുവൻ, പെൺകുഞ്ഞാണെങ്കിൽ കാർണവത്തിമാരിൽ ഒരുവൻ. എന്നാൽ ഞാൻ ഒരിക്കൽ കർത്താവിന്റെ വചനത്തിനു മുൻപിൽ മുട്ടുകൊത്തിയപ്പോൾ, കർത്താവായ യേശുവേ, അങ്ങാണ് എൻ്റെ പാപത്തിന് പരിഹാരമായി ലോകത്തിലേക്ക് മനുഷ്യനായി വെളിപ്പെട്ടു വന്നു. അങ്ങയുടെ 33 തിരുവയസ്സിൽ എൻ്റെ മുഴുപാപത്തിനും ലോകത്തിന്റെ സർവ്വപാപത്തിനും പരിഹാരമായി അവിടുന്ന് ദൈവകോപത്തിയിൽ ഇറങ്ങി കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ തറയ്ക്കപ്പെട്ട് ആമേൻ മരിച്ചു അടക്കപ്പെട്ട് അരിമത്ഥ്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു ആമേൻ 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കി. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണാധികാരിയായ പിശാചിനെ തന്റെ കാൽക്കീഴെ തറച്ചു കളഞ്ഞ ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചു. ഒരിക്കൽ ഉപദേശിമാർക്ക് തലവേദനയായിരുന്നു. ഉപദേശിമാർക്ക് തലവേദനയായിരുന്നു. എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉപദേശിമാർ ഉത്തരം പറയത്തില്ലായിരുന്നു. സർവശക്തനായ ദൈവം എനിക്ക് നേരിട്ട് ഉത്തരം തന്നു. അതുകൊണ്ട് തർക്കിക്കുന്ന ഏത് സഹോദരനും പറയാം, നീ തർക്കിച്ചാൽ മതി, ജീവരക്ഷ പ്രാപിക്കും. അരമണിക്കൂറുള്ള നമ്മുടെ ഡിവൈനിലെ ബഹുമാന്യനായ ഒരു കർത്തദാസൻ ഉണ്ടായിരുന്നല്ലോ, ഡിവൈൻ സെന്ററിലെ. അല്ലല്ല, പഴയ ആളുണ്ടായിരുന്നു. അല്ല, അച്ഛനല്ല, ഒരു സാറുണ്ടായിരുന്നു, മുല്ലക്കര ദേവസ്യ സാർ. ഞാൻ സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാസറ്റ് ഒരാളിനെ കൊണ്ട് ഏൽപ്പിച്ച് വെച്ച് പറഞ്ഞു, സഹോദര, അന്ന് ഞാൻ ചർച്ചിൻ്റെ മിനിസ്ട്രിയിലല്ല, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട് എൻ്റെ ജോലിയോടൊപ്പം, ഇതിനൊരു മറുപടി കൊടുക്കണേ എന്ന് പറഞ്ഞു.
ഞാൻ 90 മിനിറ്റുള്ള കാസറ്റിൽ റെക്കോർഡ് ചെയ്തതിന് ഒരു മറുപടി കൊടുത്തു. കൃത്യതയോടെ വചനം പഠിച്ച് നിശ്ചയിച്ച അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗത്തിനും ഓരോ വരികളും സുഗൂതൻ കേട്ട് അതിന് കൃത്യമായ മറുപടി വേദത്തിൻ്റെ റഫറൻസ് സഹിതം അങ്ങോട്ട് 1.5 മണിക്കൂർ ഒരു കാസറ്റിൽ കൊടുത്തു. കൃപയാൽ 1.5 മാസമോ 2 മാസമോ ആയില്ല, പുള്ളി പുറത്തു വന്നു. സ്വത്രം. ദൈവവചനത്തിൻ്റെ ശക്തി അതാ. അതുകൊണ്ട് ദൈവ പൈതലേ, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി വില കൊടുത്തത് കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു യേശുനാഥനാകയാൽ അവിടുത്തെ ഭവനത്തെ കുറിച്ച്, അവിടുന്ന് വസിക്കുവാൻ തിരഞ്ഞെടുത്ത നിവാസമായ നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നീ ആ ആലയത്തെ സ്വയം നശിപ്പിച്ചാൽ ദൈവം നിന്നെ നശിപ്പിക്കും. അതുകൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞ സ്വർഗരാജ്യത്തെ ഉപമിച്ചു പറഞ്ഞ 3 ഉപമകൾ, 3-ലധികം ഉപമകൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും ആമേൻ സുവിശേഷ ഭാഗങ്ങൾ നിരന്തരമായി ആമേൻ നിത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതായ കാര്യം, ഈ തിരുവെഴുത്ത് ശുശ്രൂഷിച്ചുകൊണ്ട് വന്നതായ കാര്യങ്ങൾ നിങ്ങൾ ദയവായി മറന്നു പോകരുത്. അരമണിക്കൂറിനുള്ളിൽ ആ കാര്യം കൂടെ ആമേൻ പൂർത്തീകരിച്ച് ആമീൻ പറയണം. അതിനുവേണ്ടിയാ ഈ വീടിന്റെ സാധനങ്ങളൊക്കെ എവിടാ കൊണ്ടിട്ടത്? വെളിമ്പറമ്പിൽ അശുദ്ധ സ്ഥലത്ത്. അങ്ങനെയെങ്കിൽ ദൈവസഭയെ ഉപദ്രവിക്കുന്നവനെ എവിടെ കൊണ്ടിടും? ദൈവത്തിന്റെ നിവാസമായി തീരുന്നവനെ ഉപദ്രവിച്ചാൽ അവനെ എവിടെ കൊണ്ടിടും? ദൈവത്തിന്റെ നിവാസമായ നീ തന്നെ നശിപ്പിച്ചാൽ നിന്നെ എവിടെ കൊണ്ടിടും? വാളങ്ങോട്ടും ഇങ്ങോട്ടും ദോഷം ചെയ്തില്ലയോ? ഇല്ലയോ? അങ്ങനല്ലേ ദാവീദ് പഠിപ്പിച്ച്? ദാവീദ് സൂത്രം ചെയ്താച്ചാ പഠിപ്പിച്ച്. ഇവിടെ സൂത്രമൊന്നുമില്ല. ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാള. ഇങ്ങോട്ടും വരും, അങ്ങോട്ടും പോകും. അങ്ങോട്ട് പോകുന്നതിനേക്കാൾ തീക്ഷ്ണതയോടെ ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇതറിയാവുന്നവന് കൂടുതൽ അടി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയങ്കര പേടിയുണ്ട്. പേടിയോടാണ് നിൽക്കുന്നത്. മത്തായി സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഈ പുറത്ത് കളയുന്നതിനെ കുറിച്ച് യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് ആമേൻ കഫർനഹൂമിലെ ശതാധിപന്റെ ബാല്യക്കാരന് സൗഖ്യം കൊടുത്തനന്തരമായി തന്നെ അനുഗമിച്ച ജനത്തെ നോക്കി യേശു തമ്പുരാൻ പറഞ്ഞ വാക്യാണ്. ആമേൻ 8-ാം അധ്യായം മത്തായി 8. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മതി മതി മതി, അങ്ങനെ നിൽക്കണേ. ആരെയാ? അയ്യോ, ഇവരാരും കേട്ടില്ലയോ? നിങ്ങൾ ഉറക്കെ പറയണം. രാജ്യത്തിന്റെ പുത്രന്മാർ. ആരാ രാജ്യത്തിന്റെ പുത്രന്മാർ? രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ. യേശു എന്ന് പറയുമ്പോൾ പെസഹയും ചോരത്തെളിപ്പും ആചരിച്ച് മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ തലമുറയെ നോക്കിക്കൊണ്ടാണ് യേശു പറഞ്ഞത്, രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പൊ പുറത്തു കളഞ്ഞാൽ എന്താ ലക്ഷണം? എന്താ ഫലം? ഹലോ, ദൈവത്തിന്റെ നിവാസമായ നീ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, പരിശുദ്ധാത്മാവിന്റെ ദൃഷ്ടിയിൽ പേർ കൊണ്ട് നീ ക്രിസ്ത്യാനിയും ജീവിതം കൊണ്ട് ദൈവത്തിന്റെ നിവാസമല്ലാതെ ദൈവത്തിന് അടുത്തു വരുവാൻ പോലും കഴിയാത്ത നിലയിൽ, അശുദ്ധമായ നിലയിൽ ജീവിച്ചു വരുമ്പോൾ നിനക്കുള്ള സ്ഥാനം ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലത്രേ. അവിടെ നിന്ന് നിന്നെ വീണ്ടെടുപ്പാൻ ലോകത്തിന്റെ ഒരു ശക്തിയെ കൊണ്ടും സാധിക്കുകയില്ല. അവിടെ കർത്താവിനെ അനുഗമിച്ച ഈ രാജ്യത്തിന്റെ പുത്രന്മാർക്ക് കുഷ്ഠം പിടിച്ചിരുന്നെന്നാ ഞാൻ പറയുന്നത് കേട്ടോ. എന്താ കുഷ്ഠം? ആ കുഷ്ഠത്തിന്റെ പേരാണ് വിശ്വാസക്കുറവ്. ഹലോ വിശ്വാസിയേ, നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന നെയ്യപ്പം പോലെയാ. നെയ്യപ്പത്തിന് എന്താ പേര്? നെയ്യപ്പം. ഉണ്ടാക്കുന്നത് എന്തിലാ? ആ കോഴിയെ പൊരിച്ച എണ്ണയ്ക്കകത്തും സാക്ഷി എണ്ണയ്ക്കകത്തും. ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയുണ്ട്, ഏത് എണ്ണയാന്ന് പോലും പേരേ ഇല്ല. പക്ഷെ ഈ സാധനം വെന്ത് പുറത്തു വരുമ്പോ കൊടുക്കുന്ന പേരെന്താ? അതുപോലാണോ നമ്മള്? ഞാൻ ഉൾപ്പെടെ ചോദിക്കുന്നത് കേട്ടോ. ആണോ?
രാജ്യത്തിന്റെ പുത്രന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, രാജ്യത്തിന്റെ പുത്രന്മാരെ, ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, ഏറ്റവും പുറത്ത്, പാളയത്തിന് പുറത്ത്, പേർ കൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കാം, വിശ്വാസിയായിരിക്കാം, സൂക്ഷിച്ചില്ലെങ്കിൽ മഹാ അപകടമാ. എന്താ കാര്യം? ശതാധിപൻ വന്ന് പറഞ്ഞു, നമ്മുടെ നാരായണൻ പാസ്റ്റർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, നിന്റെ പുരയ്ക്കകത്ത്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാ. പാട്ട് എന്നോട് ഞാൻ യോജിക്കുന്നില്ല, ആ വരികളങ്ങ് എടുത്തു പറഞ്ഞതാ. ശതാധിപന്റെ ബാല്യക്കാരനു വേണ്ടി യേശുവിനോട് അപേക്ഷിക്കുവാൻ അടുത്ത് ചെന്നപ്പോൾ പുരോഹിതൻ, ആമേൻ, ആ ശതാധിപൻ എന്റെ കർത്താവും രക്ഷിതാവുമായവനോട് ഇങ്ങനെ പറഞ്ഞു, യജമാനനെ, ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യൻ. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. അതുകൊണ്ട് അങ്ങന്റെ പുരയ്ക്കകത്ത് വരണമെന്നില്ല, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അപ്പോൾ യേശു തിരിഞ്ഞു നോക്കി തന്നെ അനുഗമിച്ച രാജ്യത്തിന്റെ പുത്രന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കൂടെ നിന്നവർക്ക്, രാജ്യത്തിന്റെ പുത്രന്മാർക്ക് എന്തോ പിടിച്ചു? വിശ്വാസക്കുറവെന്ന കുഷ്ഠം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ നിവാസത്തിന് യോഗ്യൻ അല്ല. ആമേൻ. ഇന്ന് നടക്കുക, ഞാനും വന്നിരിക്കുക. ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന് മാത്രമേ എന്നെ കുറിച്ച് ബോധ്യമായി അറിയത്തുള്ളൂ. അതുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഞാൻ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പുത്രന്മാർ, നിയമങ്ങളും കൽപ്പനകളും ലഭിച്ചവർ, പ്രവാചകന്മാരും ലഭിച്ചവർ, കർത്താവായ യേശു ക്രിസ്തുവും, പൗലോസ് ശ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവും അവരിൽ നിന്നല്ലോ. എന്നിട്ടും എന്ത് ചെയ്തു? എവിടാ സ്ഥാനം? പുറത്താ. വലിയ പള്ളിയും മേടയും, ഇവിടെ പാസു വലിയ ഹാളൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനകത്ത് കയറിയിരുന്ന പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷേ വിശ്വാസത്തിന് കുറവ് സംഭവിച്ചാൽ ദൈവസന്നിധിയിൽ അത്, ആമേൻ, മാറ്റമില്ലാത്ത കുറ്റമാണ്, നീതീകരിക്കുവാൻ കഴിയാത്ത കുറ്റമായി, ആമേൻ, മുദ്രയാർത്തപ്പെടാം. അതുകൊണ്ട് ആ മുദ്ര ചാർത്തപ്പെടുവാൻ അനുവദിക്കരുത്. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്ത്യാനികളായ ഓരോ ജീവിതത്തെയും നോക്കിക്കൊണ്ട് ഈ രാത്രിയിൽ ബുദ്ധി ഉപദേശിക്കുകയാ. സ്തോത്രം. ഞാനിന്നിവിടെ എത്തുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആമീൻ. അസാധ്യമായ ശാരീരിക ക്ലേശമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവദാസന്മാരുടെ കൂട്ടായുള്ള പ്രാർത്ഥനയിൽ എനിക്ക് വലിയ വിടുതൽ അനുഭവിപ്പാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് പറയുന്നത്, അപ്പോൾ രാജ്യത്തിന്റെ പുത്രന്മാർ, മത്തായിയുടെ സുവിശേഷത്തിലേക്കൊന്ന് വന്നാട്ട് അവിടെ പറയുന്ന ഒരു കൂട്ടരെ ഒന്ന് നമുക്ക് നോക്കാം. 22-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവന്റെ കാലും കൈയും, ക്ഷമിക്കണം, രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി എവിടെ തള്ളിക്കളയണം? അതിന്റെ പിൻഭാഗം ഒന്ന് പഠിക്കണം. സ്വർഗരാജ്യം തൻ്റെ പുത്രന്റെ കല്യാണ സദ്യക്ക് ക്ഷണിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ തൻ്റെ ദാസന്മാരെ അയച്ച് എല്ലാവരെയും കല്യാണത്തിന് വിളിച്ചു. എല്ലാം വിരുന്ന് ഒരുങ്ങിയിരിക്കുന്നു, എല്ലാം തയ്യാറായിട്ടുണ്ട്, നിങ്ങളെ വിളിച്ചതിനനുസരിച്ച് ആമേൻ കല്യാണത്തിന് സദ്യക്ക് വിരുന്നുശാലയിലേക്ക് വരുവാൻ ക്ഷണം കൊടുത്തു. ഇന്ന് രാത്രിയിൽ ഈ ദൂത് പറയുമ്പോൾ ഈ ദേശത്തോടൊരു ദൂതുണ്ട്. സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ആസന്നമായി. കാഹളം ധ്വനിക്കുമ്പോൾ നീ കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ മണിയറയിൽ ഒരുക്കുന്ന കുഞ്ഞാടിന്റെ കല്യാണത്തിന് നിങ്ങളെയും ക്ഷണിക്കുവാനാണ് ഞങ്ങൾ ഈ യോഗം ഇവിടെ കൂട്ടിയത്. മഹാരാജാവിന്റെ ഏകജാതന്റെ കല്യാണം. സ്തോത്രം. വിളിയൊക്കെ കേട്ടു. ദാസന്മാർ ചെന്നു. വീണ്ടും വിളിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഞാനൊരു കാളെ, 2 കാളെ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ നിലവിഴുവാൻ പോവുക. ഒരുത്തൻ പറഞ്ഞു, എനിക്ക് വേറെ ഒരു കാര്യമുണ്ട്, ഞാൻ അതിന് പോവുക.
ഇപ്പോഴിങ്ങനെ ഈ കണ്ണക്ഷോഭമൊക്കെ ചെയ്യും പറയും വേറെ ജോലിയൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. സീരിയൽ കാണാൻ നല്ല സമയമാണ്, കാണണ്ടെന്ന് ഞാൻ പറയത്തില്ല, കണ്ടു. പക്ഷെ ഇത് കേൾക്കാൻ നിന്നെ വിളിച്ചാൽ അതിട്ടച്ച് നീ വന്നില്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ നീ തള്ളപ്പെട്ടു പോകുന്ന സന്ദർഭം മുൻപിലുണ്ട്. ഇത് മാറ്റമില്ലാത്തതാ. ഇത് പറഞ്ഞത് മനുഷ്യനാരും അല്ലെന്നേ. ഇത് പറഞ്ഞവൻ എന്റെ കർത്താവിന്റെ വീണ്ടെടുപ്പുകാരൻ ഒന്നുകൂടെ പ്രസ്താവിച്ചു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കിന് പോലും മാറ്റം ഉണ്ടാകത്തില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ന്യായപ്രമാണത്തിങ്കിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുക അസാധ്യം. അങ്ങനെയെങ്കിൽ ദൈവവൈതലേ, ഈ രാജാവ് കല്യാണത്തിന് വിളിച്ചു, ഓരോരുത്തർ താന്താന്റെ വഴിക്ക് പോയി. രാജാവിന് കോപം വന്നിട്ട് തെരുക്കളിലും തെരുക്കോണിലും ഉള്ളവരെ സകലരെയും, ദുഷ്ടന്മാരും നല്ലവരുമായ സകലരെയും വിളിക്കുവാൻ തന്റെ ദാസന്മാർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവരോട് ചേർന്നു വരാതെ, രാജാവിന്റെ ക്ഷണം സ്വീകരിക്കാതെ, ക്ഷണിക്കപ്പെടുന്നത് അറിയാതെ തെരുവിലും തെരുക്കോണിലും എന്ന അവസ്ഥയിൽ കഴിഞ്ഞ ഞങ്ങളെ ആമേൻ അത്യുന്നതനായ ദൈവം തന്റെ ആത്മാവിനാൽ തന്റെ ദൂതന്മാരെ, തന്റെ ദാസന്മാരെ അയച്ച് ഈ കല്യാണ സദ്യക്കായി ക്ഷണിച്ചതുകൊണ്ട്, ആ ക്ഷണം സ്വീകരിച്ച് അത് ഏറ്റെടുത്തത് കൊണ്ട്, ആ വിളിക്ക് ഞങ്ങളുടെ കാത് കൂർപ്പിച്ചു കൊടുത്തത് കൊണ്ട്, ആ വിളിക്ക് ഞങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചത് കൊണ്ട് ഇന്ന് നിങ്ങളോട് ഈ രാത്രിയിൽ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാ. അങ്ങനെ വന്ന് എല്ലാവരും കൂടി ശ്രദ്ധിക്കണേ, എല്ലാവരും കൂടി. ആ കൂടിയവരിൽ എല്ലാം വിളിച്ചു വരുത്തി. രാജാവ് ആമേൻ കല്യാണ സദസ്സിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരെയും സസൂക്ഷ്മം പരിശോധിച്ചു. അപ്പോൾ അതിൽ ഒരുത്തനെ കണ്ടെത്തി. അവനോട് പറഞ്ഞ വാക്കായി ഇപ്പൊ നമ്മൾ വായിച്ചത്. എന്താ അവനുള്ള കുറവ്? സ്നേഹിത, നീ കല്യാണ വസ്ത്രം ധരിക്കാതെ എങ്ങനെ അകത്ത് കേറി? അവന് വാക്കുമുട്ടിപ്പോയി. നിനക്ക് ന്യായവിധി ദിവസത്തിൽ വാക്കുമുട്ടിപ്പോകാതിരിക്കുവാൻ ഇന്ന് ഞങ്ങൾ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുകയാ. ഇന്ന് സഭയാന്നും പറഞ്ഞ് രാവിലെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ തോട്ടം പോലെ പല തോട്ടങ്ങളും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. അവിടെയൊക്കെ ഓരോരുത്തർ കയറി പറ്റിയിട്ടുണ്ട്. എന്തില്ലാതാ പറ്റിയേക്കുന്നതെന്ന് അറിയാമോ? കല്യാണ വസ്ത്രം. ദൈവസഭയിൽ കൂടിയ രക്ഷാവസ്ത്രം ധരിക്കണം. രക്ഷാവസ്ത്രം പാട്ടുപാടുമല്ലോ, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. അത് ധരിക്കാതെ ഇതിനകത്ത് ഇരുന്നാൽ എവിടെ പോകേണ്ടി വരുമെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ആമേൻ അഭിഷേകമാണ് നിന്റെ രക്ഷാവസ്ത്രം. നമ്മളെ കണ്ടാൽ പറയും, തെക്കനാട്ടി പറയും, ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞ പറയും. ഒരു ദൈവ പൈതലിന്റെ മുഖത്തോട്ട് നോക്കി വെച്ചാ പിശാചിനും അറിയാം ഇവൻ ദൈവ പൈതലാണോ ഒറിജിനലാണോ. മറ്റാരേക്കാളും നന്നായി അറിയുന്ന ആരാക്കാന്നറിയാമോ? ദൈവം ഒഴികെ അറിയുന്നത് പിശാച. അതുകൊണ്ടാണ് സ്കേവായുടെ മക്കളായ 7 പേരോട് ചോദിച്ചത്, നീ പ്രസംഗിക്കുന്ന പൗലോസിനെ ഞങ്ങൾ അറിയും, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിനെ ഞങ്ങൾ അറിയും, എന്നാ നീയൊക്കെ ആരാടാ? അങ്ങനെ ഈ കല്യാണ വസ്ത്രമില്ലാതെ യേശുവിനെ പ്രസംഗിക്കാൻ നടന്നാൽ സ്നേഹിത, നീ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടും. ആമീൻ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ആമീൻ. അടുത്ത ഒരു കൂട്ടരുണ്ട്. 21 സുവിശേഷം 25 അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ആമീൻ. അവിടെ നിൽക്ക 30 വാക്യം. സ്തോത്രം, സ്തോത്രം. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുക, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആരോടാ പറഞ്ഞത്? സ്വർഗരാജ്യം ഒരു ധനികനായ പരദേശത്തേക്ക് പോകുന്ന ഒരു ധനികനായ മനുഷ്യനോട് സദൃശ്യപ്പെടുത്തി യേശു തമ്പുരാൻ പറഞ്ഞ ഉപമ. യജമാനൻ തന്റെ ദാസന്മാരെ വിളിച്ചു. ഒരുത്തന് 5 താലന്ത്, ഒരുത്തന് 2 താലന്ത്, ഒരുത്തന് 1 താലന്ത്. എന്നിട്ട് വളരെ നാളത്തേക്ക് ഇവരെ വിട്ട് യജമാനൻ പരദേശത്തേക്ക് പോയി.
ചില ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ യജമാനൻ പരദേശവാസം കഴിഞ്ഞു മടങ്ങി വന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. ചിലരൊക്കെ ചെന്നേച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങളെയൊക്കെ ചെയ്തു. കർത്താവ് എന്താ മറുപടി പറഞ്ഞേ? പോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ക്രിസ്ത്യാനി എന്ന പേർ കൊണ്ട് ദൈവത്തിന്റെ നിവാസമാകാതെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനോടുമുള്ള ബുദ്ധി ഉപദേശം എന്റെ കർത്താവ് വെളിപ്പെടുന്ന നാളിൽ നിന്നെ നോക്കിക്കൊണ്ട് പറയും, പോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അതിന് മുൻപിൽ ഒരു വാക്കുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന അഗ്നിനരകത്തിലേക്ക് പോകുവീൻ. സ്തോത്രം. ഹലോ, ഇടയ്ക്ക് വിട്ടുപോയിലേക്ക് വരാം. ഈ 5 താലന്ത് വാങ്ങിയവൻ 5 bags ഓഫ് സിൽവർ, 1 ബാഗ് സിൽവർ എന്ന ഒരു താലന്തിന് ഒരു ട്രാൻസ്ലേഷനിൽ ന്യൂ ലൈഫ് ആപ്ലിക്കേഷൻ ബൈബിൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ആ ടാലന്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഈ 5 താലന്ത് ലഭിച്ചവൻ വെറുതെ ഇരുന്നില്ല. നിങ്ങളോടുകൂടിയാ പറയുന്നത്. 5 താലന്ത് ലഭിച്ചവൻ യജമാനന്റെ മടങ്ങി വരവിനോളം അവൻ എന്തു ചെയ്തു? 5 താലന്ത് വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടെ നേടി. അവൻ യജമാനന്റെ മുൻപിൽ ചെന്നു നിന്നപ്പോൾ, യജമാനനെ, അവിടുന്ന് 5 താലന്തല്ലയോ എനിക്ക് തന്നത്? ഇതാ ഞാൻ വ്യാപാരം ചെയ്ത് അതോടുകൂടെ 5 താലന്ത് നേടിയിരിക്കുന്നു. അവനെ നോക്കിക്കൊണ്ട് യജമാനൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. ഇത് വെറുതെ ഒന്നും വിളിച്ചു പറഞ്ഞതല്ല. അധികത്തിന് വിചാരണകനാകണമെങ്കിൽ ദൈവത്തിൽ നിന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളതായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി നാം ഓരോരുത്തരും മാറണം. ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഈ ദൂത്. എന്നെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ നിവാസികളോടുമുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ശ്രദ്ധിച്ചേ, രണ്ടാമത്തവൻ വന്നു, യജമാനനെ, അവിടുന്ന് 2 താലന്തല്ലോ എനിക്ക് നൽകിയത്, ഞാനിതാ 2 കൂടെ നേടിയിരിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞ് ആ താലന്തുകളെ യജമാനന്റെ മുൻപിൽ കാഴ്ചവെച്ചപ്പോൾ യജമാനൻ ഒട്ടും അർദ്ധശങ്കയ്ക്കിടയില്ലാതെ അവനെ നോക്കി വിളിച്ചു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. പെന്തക്കോസ്ത് സഭയിൽ ഏതെങ്കിലും അംഗാന്ന് പറഞ്ഞോ? ഇവിടുത്തെ പള്ളിയിലെ സെക്രട്ടറിയാന്നോ ഖജാൻജിയാന്നോ വല്ലതും പറഞ്ഞോ? സെൻട്രൽ പാസ്റ്ററാണോ ബിഷപ്പാണോ തിരുമേനിയാണെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസനായി ദൈവം മുൻപാകെ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ പുറന്തള്ളപ്പെടാതിരിക്കത്തുള്ളൂ. 1 പ്രാപിച്ചവൻ വന്നു. അവൻ പതുക്കെ ആ 1 എടുത്ത് കമ്പുരാന്റെ കയ്യിലോട്ട് കൊടുത്ത്, യജമാനന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് നിന്റെ പണം ഞാൻ നിനക്ക് നൽകേണ്ടതിന് നിലത്തൊളിപ്പിച്ചു വെച്ചു. ദോഷം വല്ലതും ചെയ്തോ? ഇന്ന് ദൈവസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് കാശടിക്കുന്ന വീരന്മാരെ കൂടെ ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ കയറിപ്പോ. ആമീൻ. വല്ലതും ചെയ്തോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് സാധുക്കളുടെ പണം അപഹരിച്ച് അതിനെ അന്യായമായ നിലകളിൽ കൈകാര്യം ചെയ്യുന്ന, ക്രയവിക്രയം ചെയ്യുന്ന ദുഷ്ടനും മടിയനുമായ ദാസനെ, അങ്ങനെയല്ലേ വിളിച്ചേക്കുന്നേ? ഇനി എന്റെ വാക്കാന്ന് പറയരുത്. കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞതാ. മതി മതി മതി. സ്തോത്രം. കർത്താവ് പറഞ്ഞു, എടാ, നീ എന്നെ കുറിച്ച് ഇത്രയൊക്കെ ഗ്രഹിപ്പാൻ നിനക്ക് ബുദ്ധി കിട്ടിയല്ലോ. എന്നെ നീ എങ്ങനെ തിരിച്ചറിഞ്ഞേ? കഠിന മനുഷ്യൻ. എന്താ നീ ചെയ്തത്? നീ അറിഞ്ഞത്, ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് തിരിച്ചറിയുവാൻ നിനക്ക് ബുദ്ധിയുണ്ടായെങ്കിൽ, ക്രിസ്ത്യാനി എന്ന് അഭിമാനിച്ച് ദൈവകൃപയ്ക്ക് വിരോധമായി ജീവിക്കുന്ന ഏത് ക്രൈസ്തവനെയും നോക്കിക്കൊണ്ട് ഈ രാത്രി വിളിച്ചു പറയുന്നു,
നീ ക്രിസ്തുവാകുന്ന രക്ഷകനെ നിന്റെ മനോബോധത്തോടെ എപ്രകാരം നീ കാണുന്നുവോ അതിനൊത്തവണ്ണമുള്ളൊരു ന്യായവിധിയും പേരുമായിരിക്കും നിനക്ക് സ്വർഗത്തിലെ ദൈവം നൽകപ്പെടാൻ പോകുന്നത്. രണ്ടാമത്തെ ഉപമയിൽ പറഞ്ഞത് അനുസരണക്കേട് കാണിച്ച കുഷ്ഠരോഗം. സ്തോത്രം. ഒന്നാമത്തേത് അവിശ്വാസമാകുന്ന കുഷ്ഠരോഗം. മൂന്നാമത് മടിയാകുന്ന കുഷ്ഠരോഗം. സഭായോഗത്തിന് വരുമോ? കല്യാണം ഉണ്ടേ സഭായോഗം ഇട്ടേച്ച് പോകുന്ന വിശ്വാസികളാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആരാധന കഴിഞ്ഞിട്ടുള്ള കല്യാണം പോക്ക് മതിയെന്ന് പറയുന്നത്. ആരാധന ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് മതി. എത്ര സ്നേഹമുള്ളതാണെങ്കിലും പറയും, എത്ര വലിയ ഉപകാരി അതിനും പറയും, എനിക്ക് ഞാൻ അവരുടെ ഇടയിൽ താമസിക്കുന്നുണ്ടായി പറയുന്നത്. വിശ്വാസി നിനക്കെന്താ ബോധമില്ലാത്ത? നീ ഞായറാഴ്ച വരുമ്പോഴും ബോധപ്രാർത്ഥന വരുമ്പോഴും ഓടുക. ഇവിടെ പോവാ, എന്തോ ചെയ്യും, ഞങ്ങൾ പോയില്ല അങ്ങ് പേണ്. എൻ്റെ ഭാര്യയുടെ നാത്തൂൻ, മൂത്ത നാത്തൂൻ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് എന്നെ ഞങ്ങളെ കാണാൻ വന്നപ്പോൾ കാതും കമ്മിലൊക്കെ പറിച്ച് ഞങ്ങനെ ഇരിക്കുന്ന കണ്ടു പറഞ്ഞു, ആഭരണം വിടാതെ എൻ്റെ വീട്ടിലോട്ട് നീ വരരുത്. ഞാൻ പറഞ്ഞു വരത്തില്ല, ഇന്ന് വരെയും പോയിട്ടില്ല. പക്ഷേ പുള്ളിക്കാരി ഇപ്പോൾ നല്ല എന്നേക്കായി വലിയ പ്രസംഗികയെ ബാംഗ്ലൂർ പട്ടണത്തിൽ. വേണ്ട, ഇവിടെ അവൻ കുഴിച്ചിട്ടു. കർത്താവ് അടുത്ത ചോദ്യം, ഞാൻ എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങേണ്ടതിന് ഇത് പൊൻവാണിഭക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൂടായിരുന്നുവോ? അപ്പൊ ദൈവം തന്നിട്ടുള്ളതൊന്നും കുഴിച്ചിടാനല്ല. സഭയ്ക്കകത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന് ചില താലന്തുകൾ, ചില നന്മകൾ, ചില പ്രയോജനപ്രദമായ ആത്മാവിലും ജഡത്തിലും ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടേണ്ടത് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭൗതികമായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് പ്രയോജനപ്പെടുത്തും വണ്ണം ക്രയവിക്രയം ചെയ്യണം, കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ നിന്നെ നോക്കി സ്വർഗസ്ഥനായ ദൈവം വിളിച്ചു പറയും, മടിയനും ദുഷ്ടനും മടിയനുമായ ദാസനേ. ഇന്ന് രാത്രി നീ ഏത് കേൾക്കുവാൻ ഇച്ഛിക്കുന്നു? തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കുള്ളതാ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ലോകസ്ഥാപനത്തിനു മുൻപ് എന്റെ പിതാവിനാൽ ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പീൻ. ഒരു കൂട്ടരെ നോക്കി ഇതാ പറയുന്നതെങ്കിൽ അടുത്ത കൂട്ടരെ നോക്കി കർത്താവ് പറഞ്ഞു, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. രാത്രിയിൽ ഞാനിവിടെ സമയത്തിന്റെ പരിധി കൊണ്ട് ഇനി 2 മണിക്കൂർ വേണേൽ നിൽക്കാൻ കർത്താവ് എനിക്ക് കൃപ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയം മുന്നോട്ട് പോയി നിങ്ങൾ ഇങ്ങനെ ഞെരിപിരി കൊള്ളുക. അതും ഞാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കർത്താവിൻ്റെ ദാസന്മാർക്ക് അതിദൂരം സഞ്ചരിക്കണം. നമുക്കൊക്കെ ക്ലിപ്തതയുണ്ട്. നമ്മൾ ഒരു അതിർവരുമ്പ് വെച്ചിട്ടുണ്ട് അല്ലേ? പണ്ടത്തെ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങുന്ന കാലത്ത് 43 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ക്ലിപ്തതയൊന്നും ഇല്ലായിരുന്നു. പാസ്റ്റർ സഭായോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന അറിയാം, ആശീർവാദം പറഞ്ഞു പോകുന്ന ചിലപ്പോൾ 3 മണി 4 മണിയാകും. അന്ന് പള്ളി കഞ്ഞി കൊടുപ്പൊന്നുമില്ലായിരുന്നു. കാരണം പാസ്റ്റർക്ക് കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ലാത്ത കാലത്താണ്. വിശ്വാസികൾ കൊണ്ട് കൊടുക്കുന്ന പൊടിയരിയും കിട്ട് പിള്ളേർക്ക് വയറ്റ് കടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലം. ഇന്നത്തെ പാസ്റ്റർമാർക്ക് അതൊന്നും അറിയത്തില്ല. ഇന്നത്തെ വിശ്വാസിക്കും അത് അറിയത്തില്ല. മടങ്ങി വരട്ടെ. തീഷ്ണനായ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിച്ചത്, ഈ ദേശത്തോട് സംസാരിച്ചത് കേവലമായി എണ്ണാതെ സ്വർഗത്തിലെ ദൈവത്താലുള്ള ക്ഷണമാണ് എന്ന് സ്വീകരിച്ച് നിന്റെ ഹൃദയത്തെ സമർപ്പിച്ചാൽ, നീ എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ആ രക്തത്തിന് മുൻപിലേക്ക് നീ അടുത്തു വന്ന് ഒരു വില കൊടുക്കാതെ ഹൃദയം മാത്രം ഒന്ന് സമർപ്പിച്ചു കൊടുക്ക. ആ രക്തം നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഒഴുക്കി തന്നിട്ട് ആമേൻ നിന്നെ പുണ്യവാനാക്കി പുണ്യവതിയാക്കി തന്റെ നിവാസമായി ഈ രാത്രികാലം മാറ്റിയെടുക്കും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാം ഈ കൂട്ടത്തിൽ. എൻ്റെ സഹോദര, നിനക്ക് സ്വസ്ഥതയില്ലാഞ്ഞിട്ടല്ലേ നീ പാർക്കുന്ന വീട്ടിൽ നിന്ന് തെക്കോട്ടും പിന്നെ വടക്കോട്ടും അത് കഴിഞ്ഞ് പോരാതെ പടിഞ്ഞാട്ടും പിന്നെ അതും പോരാഞ്ഞ് കിഴക്കോട്ടും പോവുക. ആണ്ടില് എത്ര പ്രാവശ്യം പോവും? നമ്മളും ഇങ്ങനെ വരുന്ന സഭയെ വിടുതലില്ല, അതിനിവിടെ പോവും.
അടുത്ത ഉപദേശിയുടെ വീട്ടിലോട്ട് വേണ്ട. നീ ഇരിക്കുന്നിടത്ത് നിനക്ക് വിടുതൽ കൊണ്ടുവരുവാൻ ദൈവം ശക്തനാ. നിന്റെ ഹൃദയം ഒന്നൊരുക്കിയാൽ മതി. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിനക്ക് സ്വസ്ഥതയില്ല എന്നും നീ സമാധാനം അനുഭവിക്കുന്നില്ല എന്നും നീ തന്നെ ലോകത്തിന് സാക്ഷ്യം പറയുമ്പോൾ നിന്റെ ഭവനത്തിന്റെ വാതിക്കൽ നിന്നൊരുവൻ മുട്ടുന്നുണ്ട്. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ പന്തിഭോജനത്തിനിരിക്കും. ഈ രാത്രിയിൽ നിന്റെ വാതിലിൽ മുട്ടുന്ന ശബ്ദമാണ് ഈ ധ്വനി. നിന്റെ ഹൃദയമാകുന്ന വാതിലിൽ മുട്ടുന്ന ശബ്ദമാണ് എന്റെ വാത്സല്യ സഹോദരനെ, സഹോദരിയെ, പ്രിയ മാതാവേ, ഈ ധ്വനി. അനുസരിപ്പാൻ തയ്യാറെങ്കിൽ അനുസരിക്കുക. ഇല്ല, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് പോകാനാണ് ആമേൻ ഒരുക്കമെങ്കിൽ ഒരുങ്ങിക്കൂ. തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കുള്ളതാ. മോശയിലൂടെ പഴയ നിയമ ഭക്തന്മാർക്ക് അരുളി ചെയ്തു, ഇതാ ജീവന്റെയും മരണത്തിന്റെയും വഴി ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുപ്പ് നമുക്കുള്ളതാ. ഓരോ വ്യക്തി ജീവ രക്ഷ അപ്പനും അമ്മയും ഭാര്യയും മക്കളും ഭർത്താവും കൂടെ ഒന്നിച്ച് വന്നിട്ട് സ്വീകരിക്കുന്നതല്ല. യേശു ക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായ രക്ഷ വ്യക്തിപരമാണ്. അതിന് ഏതൊരു വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവന്റെ ജീവിതത്തിൽ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം അനുവാദം കൊടുക്കും. അങ്ങനെ അനുവാദം ലഭിച്ച പ്രിയപ്പെട്ടവരെ നോക്കി, ആ അനുവാദം പ്രാപിച്ച വിശുദ്ധന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളിനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ആമേൻ ദൈവത്തിന്റെ ഭവനവും ആമേൻ ഭവനക്കാരുമാണ്. ഒരിക്കൽ അന്യരായിരുന്നു, പരദേശിയായിരുന്നു. സ്നേഹിത, ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ മുഴുപാപത്തെയും വഹിപ്പാൻ കന്യകയിൽ ഉരുവായി വിശുദ്ധ ജീവിതത്തിന് അതിപരിശുദ്ധനെന്നും നീതിമാനെന്നും സാക്ഷ്യം പ്രാപിച്ച് 33 തിരുവയസ്സിൽ മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും സന്നിധി സംഘത്താലും വിസ്തരിക്കപ്പെട്ടും പീലാത്തോസിന്റെ അരമനയിലും വിസ്തരിക്കപ്പെട്ട് നീതിമാനെന്ന സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുഴുലോകത്തിന്റെയും പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് കടന്നുപോയി, ക്രൂശും ചുമന്ന് കടന്നുപോയി, ക്രൂശിൽ തറച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ നീ ഒരുക്കമെങ്കിൽ നീ ഇരിക്കുന്ന ഇടത്ത് നിനക്കിപ്പോൾ സാവകാശമുണ്ട്. ഇല്ല, ഈ മധ്യത്തിലേക്ക് പരസ്യമായി കടന്നു വരുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിപ്പാൻ ഒരുക്കമുള്ളവരാണ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഭക്തന്മാരിൽ ഒരുവനായ പ്രിയ പിതാവ് ഇങ്ങനെ പാടി, എൻ സ്നേഹിത ക്രൂശിന്മേൽ നോക്കിയിടുമ്പോൾ നിൻ പാപം നീ കണ്ടെത്തും ആ ക്ഷണത്തിൽ, നിൻ പാപം നീ കണ്ടെത്തും ആ ക്ഷണത്തിൽ, നിൻ പേർക്കായി ക്രൂശിന്മേൽ ജീവൻ വെച്ച, നിൻ പേർക്കായി ക്രൂശിന്മേൽ ജീവൻ വെച്ച രക്ഷകൻ നിൻ പാപത്താൽ ക്ലേശിക്കുന്നു, രക്ഷകൻ നിൻ പാപത്താൽ ക്ലേശിക്കുന്നു. എൻ സ്നേഹിത ക്രൂശിനെ നോക്കിയിടുമ്പോൾ നിൻ പാപം നീ കണ്ടെത്തും ആ ക്ഷണത്തിൽ, നിൻ പാപം നീ കണ്ടെത്തും ആ ക്ഷണത്തിൽ. തൻ കൈകാൽ നീനക്കായി ക്രൂശിന്മീതേ ആണിയാൽ തറച്ചു
ആയി ക്രൂശിന്മീതേ ആണിയാൽ തറച്ചിടും കാഴ്ച കണ്ടാൽ കഷ്ടപ്പാടുകൾ കണ്ടു ധ്യാനിച്ചിടാൻ, കഷ്ടപ്പാടുകൾ കണ്ടു ധ്യാനിച്ചിടാൻ ഒട്ടും മടിക്കല്ലേ ഇനി സോദരാ, ഒട്ടും മടിക്കല്ലേ ഇനി സോദരാ. എൻ സ്നേഹിത ക്രൂശിനെ നോക്കിടുമ്പോൾ നിൻ പാപം നീ കണ്ടെത്തും ആ ക്ഷണത്തിൽ, നിൻ പാപം നീ കണ്ടെത്തും ആ ക്ഷണത്തിൽ. തൻ ചങ്കു നിനക്കായി പിളർന്നൊഴുകും ജീവജലത്തിൻ നദിയെന്നതുപോ, തൻ ചങ്കു നിനക്കായി പിളർന്നൊഴുകും ജീവജലത്തിൻ നദി എന്നതുപോ, രക്തമൊഴുക്കി പാപം പോക്കിയതാൽ, രക്തമൊഴുക്കി പാപം പോക്കിയതാൽ നിത്യജീവൻ പ്രാപിച്ചിടാം ക്ഷണത്തിൽ, നിത്യജീവൻ പ്രാപിച്ചിടാം ക്ഷണത്തിൽ. എൻ സ്നേഹിത ക്രൂശിനെ നോക്കിടുമ്പോൾ നിൻ പാപം നീ കണ്ടെത്തും ആ ക്ഷണത്തിൽ, നിൻ പാപം നീ കണ്ടെത്തും ആ ക്ഷണത്തിൽ. ഹല്ലേലൂയ. ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ നിനക്ക് വേണ്ടി ആണിയടിയാൽ ചാർന്നു കിടക്കുന്നു. തല ചായ്ക്കുവാനിടമില്ലാതെ സ്വന്തം ശിരസ് സ്വന്തം തോളിൽ ചായ്ച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾക്ക് മറുവിലയായ ക്രിസ്തു ഈ രാത്രി നിന്നെ മാടി വിളിക്കുകയാ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായി തീരുവാൻ, ദൈവഭവനത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ സാദരം നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട്, ആമേൻ, ഈ ക്ഷണം സ്വീകരിച്ച് ഈ കൃപയിലേക്ക് എത്തപ്പെട്ട ദൈവ പൈതലേ, ആ നിവാസമായി എന്നേക്ക് നിലകൊള്ളുവാൻ തക്കവണ്ണം യോഗ്യമായ ഒരു ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ സാദരം ഇവിടെ ചുരുക്കുന്നു.